എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം KTU എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തേർഡ് സെമസ്റ്റർ MAT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ ഒരു എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുൻപായിട്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളുടെ കളക്ഷനിലൂടെ കടന്നു പോവുക എന്നതാണ് പ്രാധാന്യാർഹിതമായും ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ കളക്ഷനും അതിനോടൊപ്പം തന്നെ സോക്കോൾഡ് ആ ടോപ്പിക്കുകളുടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം ആസ് എ പാർട്ട് ഓഫ് റിവിഷൻ ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലേക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും 4 7 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. നമ്മുടെ തേർഡ് മൊഡ്യൂൾ കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് ഏറ്റവും പ്രാധാന്യാർഹിതമായിട്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുടെ കളക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് കണ്ട് എഴുതി പഠിക്കുക. ഉറപ്പായിട്ടും സിമിലർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപ്പം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനിലും എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ബാർ ഈസ് അനലൈറ്റിക് ഓർ നോട്ട്. ഇത് അനലൈറ്റിക് ആണോ അല്ലേ എന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ. അനലൈറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിടെ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അനലൈറ്റിക് ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം? കോഷി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അതിനോടൊപ്പം തന്നെ കോഷി റൈമാൻ ഇക്വേഷൻസിൽ വരുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആവുകയും വേണം. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ആദ്യം തന്നെ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ CR ഇക്വേഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജനറലി നമ്മുടെ Z എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് പ്ലസ് IY ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് Z എന്ന് പറയുന്നത് W ആണ്, അത് W പ്ലെയിൻ ആണ്. Z പ്ലെയിനിൽ നിന്ന് W പ്ലെയിനിലോട്ടുള്ള മാറ്റുന്ന ചോദ്യങ്ങൾ, ഇമേജ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരിക. അണ്ടർ ഒരു ട്രാൻസ്ഫോർമേഷനും എക്സാമിന് തരുന്നുണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ ഒരു പക്ഷേ e⁻² ആവാം, sin Z ആവാം, cos Z ആവാം, 1/Z ആവാം, sin HZ ആവാം, Z + 1/Z ആവാം, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവാം. ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ, സോ W = f of Z ആണ്, അത് നമുക്കറിയാം എന്ന് പറയുന്നത്. എഫ് ഓഫ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? U + IV ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമുക്ക് യൂസ് വരുന്ന ഒരു സാധനമാണിത്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഇപ്പോഴേ അങ്ങ് പഠിച്ചോണം. Z എന്ന് പറഞ്ഞാൽ x + IY, W = f of Z എന്ന് പറയുന്നത് എന്താണ്? U + IV. ഓക്കെ, ഇപ്പോൾ Z പ്ലെയിനിൽ സർക്കിളായിട്ട് നിൽക്കുന്ന സാധനം W പ്ലെയിനിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം അണ്ടർ എ പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ രീതിയിലുള്ള അനാലിസിസുകൾ, ഇമേജ് എന്താണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന അനാലിറ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും പിന്നെ ഹാർമോണിക് കോൺജുഗേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും. ഓക്കെ, സോ അപ്പം അനലൈറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, W = U + IV എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഇത് അനലൈറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ UX = VY ആയിരിക്കണം. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് U വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് V വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഈക്വൽ ആയിരിക്കണം. അതേപോലെ UY = -VX ആയിരിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് U വിത്ത് റെസ്പെക്ട് ടു Y എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് V വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഈക്വൽ ആവുകയും അത് ഓപ്പോസിറ്റ് ആവുകയും ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസിനെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? CR ഇക്വേഷൻസ്, കോഷി റൈമാൻ ഇക്വേഷൻസ് എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എഫ് ഓഫ് Z എന്ന് പറയുന്നത് Z ബാർ ആണ്. എഫ് ഓഫ് Z W = U + IV ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് U + IV = Z എന്ന് പറഞ്ഞാൽ x + IY ആണെന്ന് എനിക്കറിയാം അല്ലേ. ഇപ്പോൾ Z ബാർ എന്ന് പറഞ്ഞാൽ x + IYയുടെ കോൺജുഗേറ്റ് x - IY. ഓക്കെ, ഇപ്പോൾ Z ബാറിന് പകരം ഞാൻ എന്ത് കൊടുക്കും? x - IY കൊടുക്കും. ശരിയാണല്ലോ. ഇനി നമുക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സെയിം ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടുകളും സെയിം ആയിരിക്കണം, ഇമാജിനറി പാർട്ടുകളും സെയിം ആയിരിക്കണം. അപ്പോൾ റിയൽ പാർട്ടുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? U = x എന്ന് കിട്ടും. അതിനോടൊപ്പം തന്നെ V = -y എന്നും കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഓൺവേർഡ്സ് എന്ത് വെരിഫൈ ചെയ്യാൻ നമ്മൾ
സന്നദ്ധരായി കഴിഞ്ഞു. സി ആർ ഇക്വേഷൻസ് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാനുള്ള പരുവത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് യു എക്സും വി വൈയും ആദ്യം നോക്കുക. യു എക്സ് കണ്ടുപിടിക്കുക. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് തന്നെയാണ്. വി വൈ നോക്കുക. വി വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ മൈനസ് ഉണ്ട്. വൈയുടെ ഡെറിവേറ്റീവ് എന്നുള്ളത് 1 ആണ്. ഇപ്പോഴത്തന്നെ അത് ഫെയിലായി. യു എക്സും വി വൈയും സെയിം ആവുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പോലും മറ്റേതും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. യു വൈ എന്നുള്ളത് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 0 ആണ്. പിന്നെ വരുന്ന വി എക്സ് എന്നുള്ളത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും 0 ആണ്. കാരണം അവിടെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇല്ല. സോ അത് കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. ഓക്കെ. അപ്പം യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. 0 0 അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ 1 മൈനസ് 1 ഒരിക്കലും സെയിം ആവില്ല അല്ലേ? നമുക്ക് എന്ത് എഴുതി വെക്കാം? യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. ദെർഫോർ സി ആർ ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം, ഇഫ് കോഷി റൈമാൻ ഇക്വേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് എന്ത് നമുക്ക് പറയാൻ പറ്റും? ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ദെർഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ അല്ല? ഒരു അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പം അനലിറ്റിക് ആണോ അല്ലേ എന്നാണ് ചോദ്യം. അല്ല എന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചു. കാരണം സി ആർ ഇക്വേഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം 7 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു ചോദ്യമാണിത്. ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ഈസ് അനലിറ്റിക് ഫോർ ഓൾ ഇസഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നാണ് ചോദ്യം. ഇ റൈസ് ടു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ വിചാരിക്കും ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഇ റൈസ് ടു ഇസഡ് ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഇസഡ് ആണെന്ന് നമുക്കറിയാലോ. അത് അങ്ങനെ നേരിട്ട് എഴുതി വെക്കാനല്ല. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അത് ഡിറൈവ് ചെയ്ത് അനലൈറ്റിസിറ്റി വെച്ച് അത് ഡിറൈവ് ചെയ്ത് കാണിക്കാനാണ് നമ്മുടെ ചോദ്യത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ അനലൈറ്റിക് ആണെന്ന് തെളിയിക്കണം. നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്. അതേപോലെ തന്നെ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയുമാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡിന് പകരം ഞാൻ യു പ്ലസ് ഐ വി കൊടുക്കും. ഇ റൈസ് ടു ഇസഡിന് പകരം ഞാൻ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കും. ഓക്കെ, ഇനി എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. ശരിയാണല്ലോ. എ റൈസ് ടു എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പോൾ അത് പ്രകാരം ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ എന്ന് വരും. ഇനി നമുക്കറിയാം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ശരിയാണല്ലോ. അപ്പോൾ അത് പ്രകാരം ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈക്ക് പകരം കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇ റൈസ് ടു എക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് കിട്ടും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്യുക. യു ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ ആൻഡ് വി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ശരിയല്ലേ? യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ കിട്ടും ആൻഡ് വി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കുക. സി ആർ ഇക്വേഷൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പെട്ടെന്ന് പഠിച്ചു വെക്കണേ നിങ്ങൾ. സി ആർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ യു എക്സ് എടുക്കുകയാണേ, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, കോസ് വൈ കോൺസ്റ്റന്റ്. ഇനി വി വൈ, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്, കാരണം വൈ കൊണ്ടാണല്ലോ എടുക്കുന്നത്. സൈൻ വൈ ആണ് ഫംഗ്ഷൻ. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് വൈ. ഇനി യു വൈ കണ്ടുപിടിക്കുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. ഓക്കെ ആണേ. ഇനി എനിക്ക് വി എക്സ് വേണം. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ എന്താണ്? കോൺസ്റ്റന്റ്. ഓക്കെ, സെയിം ആവുണ്ടോ നോക്കിയേ. യു എക്സും വി വൈയും സെയിം ആവുന്നുണ്ട്. ഇ റൈസ് ടു എക്സ് കോസ് വൈ ഇ റൈസ് ടു എക്സ് കോസ് വൈ സെയിം. ഇനി അടുത്ത യു വൈയും വി എക്സും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈഡ്. ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഇ റൈസ് ടു എക്സ് സൈൻ വൈ സെയിം ആണ്, ഓപ്പോസിറ്റ് ആണ്. ഒരു മൈനസ് ഇവിടെ ഉണ്ട് താനും. ഓക്കെ, ദെയർഫോർ നമുക്ക് എന്ത് എഴുതി വെക്കാം? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്ന് എഴുതി വെക്കാം. യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെന്ന് എഴുതി വെക്കാം.
സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്നും എഴുതി വെക്കാം. ശരിയല്ലേ? സി ആർ ഇക്വേഷൻസ് എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. കോഷി റൈമാൻ ഇക്വേഷൻസ് എന്താണ്? സാറ്റിസ്ഫൈഡ്. കോഷി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ്. ആൻഡ് വൺ മോർ കണ്ടീഷൻ, ഓൾ ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്, ദേ ആർ കണ്ടിന്യൂസ് ഇൻ ദർ ഡൊമൈൻ എന്ന് നമുക്കറിയാം അല്ലേ? അത് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതി വെക്കണേ. Therefore CR equations are satisfied and all partial derivatives are continuous. CR equations are satisfied. Cauchy-Riemann equations satisfied-ഉമാണ് and all partial derivatives are continuous. അതങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ, പക്ഷെ അത് എഴുതണം. and all partial derivatives are continuous. എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എന്താണ്? കണ്ടിന്യൂസുമാണ്. all partial derivatives are എന്താണ്? കണ്ടിന്യൂസ്. സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡും എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസും ആയതുകൊണ്ട് ദെയർഫോർ നമുക്കൊരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് തറപ്പിച്ച് പറയാം. എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം? നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ഈസ് അനാലിറ്റിക്. അത് അനാലിറ്റിക് ആണ് ഇൻ എവരി ഇസഡ് അല്ലേ? ഈസ് അനാലിറ്റിക് ഇൻ എവരി ഇസഡ്, അല്ലെങ്കിൽ അനലൈറ്റിക് ഫോർ ഓൾ ഇസഡ്. ഈസ് അനലൈറ്റിക് ഫോർ ഓൾ ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ഈസ് അനാലിറ്റിക് ഫോർ എന്താണ്? ഓൾ ഇസഡ് എന്ന് നമുക്ക് എഴുതി കൺക്ലൂഡ് ചെയ്യും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. ദെൻ ഇനി അടുത്തത് നമ്മളോട് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ്? ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അഥവാ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണേ. ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ് കേട്ടോ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചോളൂ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ആണ്. ഇത് വെച്ച് തെളിയിച്ച് കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇ റൈസ് ടു ഇസഡ് ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഇസഡ് നമുക്കറിയാം എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ 7 മാർക്കിന് പകരം 5 മാർക്കേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 മാർക്സ് ഇത് ചെയ്യുന്നതിനാണ് നമുക്ക് 2 മാർക്സ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എഫ് ഡാഷ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യു എക്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. യു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ്, ഞാൻ ഒന്ന് റെക്ടാങ്കിളിനകത്ത് ആക്കുന്നുണ്ട്. യു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് കോസ് വൈ, ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ്. വി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് സൈൻ വൈ അല്ലേ? ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ഔട്ട്സൈഡ് എടുക്കാം? ഇ റൈസ് ടു എക്സ് ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി വരുന്ന കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു, നമ്മൾ പറഞ്ഞു ഓയിലേഴ്സ് ഇക്വേഷൻ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പം കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് പറഞ്ഞാൽ അത് തിരിഞ്ഞ് ഇ റൈസ് ടു ഐ വൈ ആവും. ഇനി എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. ഫസ്റ്റ് സ്റ്റെപ്പിലെ നമ്മൾ പഠിച്ചു. നമ്മൾ സൈഡിൽ എപ്പോഴും എഴുതിയിടുന്ന സാധനം ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വൈ ആയിരിക്കും. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും. അപ്പോൾ ആ എക്സ് പ്ലസ് ഐ വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇസഡ് തിരിച്ചു കൊടുക്കുന്നു. നമുക്ക് കിട്ടി എഫ് ഡാഷ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഇസഡ് തന്നെയാണെന്ന് അറിയാം. പക്ഷേ ഈ സ്റ്റെപ്പുകൾക്കാണ് അവിടെ നമുക്ക് 2 മാർക്ക് എക്സ്ട്രാ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. മൂവിങ് ഓൺ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ദ ഇമേജ് ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2i is equal to 2 under the transformation w is equal to 1 by z എന്നാണ് ചോദ്യം. ഓക്കെ, സോ w is equal to 1 by z എന്നാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമാണ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to 1 by z. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ w is equal to 1 by z എന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എക്സിൻ്റെ വില എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇവിടെ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത് കേട്ടോ എക്സാമിന്. ഇതെങ്ങനെ വരുന്നതെന്ന് വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് ഈക്വൽ ടു 1 ബൈ ഡബ്ല്യു എന്ന് കിട്ടും. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ
1/w എന്ന് പറഞ്ഞാൽ u പ്ലസ് ഐ വി. കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ u മൈനസ് ഐ വി ബൈ u മൈനസ് ഐ വി എന്ന് വരും. അതായത് u മൈനസ് ഐ വി ബൈ താഴെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് സർവ്വസമവാക്യം ഐഡന്റിറ്റി അനുസരിച്ച് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുന്നത്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആണെങ്കിൽ അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ വരും. ഓക്കെ, സ്പ്ലിറ്റ് അപ്പ് ചെയ്താൽ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ. ഇത് കമ്പയർ ചെയ്താണ് എക്സിന് പകരം ഇതും വൈക്ക് പകരം ഇതും നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ് 1/z. ഇനി നിങ്ങൾ നോക്കുക, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2y ഇസ് ഈക്വൽ ടു എന്താണ് 2 ആണ്. ഇനി എക്സും വൈ ഒക്കെ കൊണ്ടുവരണമല്ലോ ഇങ്ങോട്ട്. എക്സ് ഇസഡിന് പകരം നമുക്ക് അറിയുന്ന സാധനം ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. നമുക്ക് എപ്പോഴും എഴുതി വയ്ക്കുന്ന സാധനം ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വൈ ആണ്. ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു, മൈനസ് 2y ഇസ് ഈക്വൽ ടു 2. സോ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഇവിടുന്ന് ഐ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ഐ ഇൻറ്റു വൈ മൈനസ് 2 ഇസ് ഈക്വൽ ടു എന്താണ് 2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു സംഗതിയുണ്ട്, മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2ൻ്റെ സ്ക്വയർ ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 2. ഇതും ഒഴിവാക്കണമെങ്കിൽ ഈ റൂട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് സൈഡും സ്ക്വയർ എടുക്കാം. ഓക്കെ, രണ്ട് സൈഡും സ്ക്വയർ എടുത്താൽ എന്താ വരുന്നത്, ഇവിടെ സ്ക്വയറും റൂട്ടും പോയി എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2ൻ്റെ സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ എന്താണ് 4. ഇനി ഇവിടെ എന്താ അപ്ലൈ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 2 ഇൻറ്റു വൈ 4y പ്ലസ് വൈ സ്ക്വയർ 2 സ്ക്വയർ എന്താണ് 4 ഇസ് ഈക്വൽ ടു എന്ത് വരും 4. അപ്പോൾ ഇവിടെ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും 0. ഇനിയാണ് നമ്മൾ ആദ്യമേ എഴുതി വെച്ച എക്സിൻ്റെ വിലയും വൈയുടെ വിലയും നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, എക്സിന് പകരം ഞാൻ ഇപ്പുറത്തെ പേജിലോട്ട് എഴുതാണ്. എക്സിന് പകരം എന്ത് കൊടുക്കുക, യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് കൊടുക്കാം. എക്സിന് സ്ക്വയർ ഉണ്ട്. വൈക്ക് പകരം മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് കൊടുക്കാം. ആ വൈക്കും സ്ക്വയർ ഉണ്ട്, ശരിയാണല്ലോ? അപ്പോൾ എക്സിനും വൈക്കും സ്ക്വയർ ഉണ്ട്. മൈനസ് 4y എന്നാണ്. അപ്പോൾ മൈനസ് 4 ഇൻറ്റു വൈയുടെ വാല്യൂ നമ്മുടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും 0. ഇനി പറഞ്ഞേ, ഇവിടെ എ ബൈ ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. അപ്പോൾ യു സ്ക്വയർ ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് വി സ്ക്വയർ എടുത്താൽ പ്ലസ് വി സ്ക്വയർ ആവും ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ സ്ക്വയർ. ഇവിടെ രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് ആവും 4v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് 0. ഇനി ആദ്യത്തെ രണ്ട് ടേം മാത്രം നോക്കുക, അവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, ശരിയല്ലേ? ഈ ഡിനോമിനേറ്റർ തന്നെയാണ് ഈ ഡിനോമിനേറ്റർ. അപ്പോൾ സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ. മുകളിൽ ആൾക്കാരെ കൂട്ടാം, യു സ്ക്വയറും വി സ്ക്വയറും നമ്മൾ കൂട്ടി. പ്ലസ് എന്തുണ്ട് 4v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഉണ്ട് ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് 0. ക്ലിയർ ആണേ? യെസ്. ഇനി നിങ്ങൾ പറഞ്ഞേ, ആരൊക്കെ ക്യാൻസൽ ആവും? മുകളിൽ ഒരു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറും താഴെ ഒരു സ്ക്വയറോടെ ക്യാൻസൽ ആവും. കാരണം താഴെ രണ്ട് പ്രാവശ്യം ഉണ്ട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, അതാണ് സ്ക്വയർ വന്നേക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ഒരെണ്ണവുമായിട്ട് ക്യാൻസലായി. ബാക്കി വരുന്ന 1 ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 4v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 0. ഇനി നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ സെയിം ആണ്, സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം, ന്യൂമറേറ്റർ കൂട്ടാം. 1 പ്ലസ് 4v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോയി 0 ആവും. 1 പ്ലസ് 4v ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അപ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് പറയാം, 1 പ്ലസ് 4v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഡബ്ല്യു പ്ലെയിനിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദെയർഫോർ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ആദ്യം എഴുതണേ, ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് ആ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം, എന്താണ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ്, ശരിയല്ലേ? മോഡ് ഇസഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ എന്നുള്ള സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ഇമേജ് നമുക്ക് വരുന്ന എന്തായിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന ആൻസർ?
ഇമേജ് ആയിട്ട് വന്നിട്ടുള്ള ആളാരാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ക്ലിയർ ആയില്ലേ? അതായത് ഡബ്ല്യു പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കണം? ദ ഇമേജ് ഓഫ് മോഡ് ഇസഡ് മൈനസ് 2i, ദ ഇമേജ് ഓഫ് mod z minus 2i is equal to 2 is a straight line 1 plus 4v is equal to 0 in w plane under the transformation ഏത് ട്രാൻസ്ഫോർമേഷൻ ആണ്? under the transformation w is equal to 1 by z. under the transformation w is equal to 1 by z. ഓക്കെ, സോ ഇത്രയും എഴുതി വെക്കുന്നതിനാണ് നമുക്ക് 7 മാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് ഏറ്റവും പ്രെഡിക്റ്റബിൾ ലിസ്റ്റ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹാർമോണിക് കോൺജുഗേറ്റ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ അവർ പറയുന്ന ഹാർമോണിക് ആണെന്ന് കാണിക്കാം. ഹാർമോണിക് ആണെന്ന് കാണിക്കുന്നതിന് നമുക്ക് വരുന്ന 2 മാർക്കാണ്. ബാക്കി 5 മാർക്കാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നതിന് വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഹാർമോണിക് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ is equal to 0. അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ, ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് നൊട്ടേഷൻ കൊടുക്കുക. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതെന്തായി? ഹാർമോണിക്കായി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ മൈനസ് 5y. നമ്മുടെ മൂന്നാമത്തെ ആണോ നാലാമത്തെ ആണോ ക്വസ്റ്റ്യൻ? നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണേ. യെസ്, നോക്കിക്കോണേ, പറഞ്ഞേ. അപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കാൻ പോകും. യു എക്സ് ആദ്യം കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ്, 5y ഡെറിവേറ്റീവ് 0, കാരണം അത് പൂർണ്ണമായും കോൺസ്റ്റൻ്റ് ആണ്. അതായത് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി യു എക്സ് എക്സ് എടുക്കുമ്പോൾ ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 3y സ്ക്വയർ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ആൻസർ എന്ത് വരും? 6x വരും. ഓക്കെ, ഇനി അടുത്ത യു വൈ കണ്ടുപിടിക്കുക. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 3x കോൺസ്റ്റൻറ്റ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y മൈനസ് 5 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ മൈനസ് 6xy മൈനസ് 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി യു വൈ വൈ എടുക്കുക. ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. മൈനസ് 6x കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1, 5 കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0. ആൻസർ എന്ത് കിട്ടും? മൈനസ് 6x കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 ആൻസേഴ്സ് ഏതൊക്കെയാണ്? 6x ഉണ്ട്, മൈനസ് 6x ഉണ്ട്. ശരിയല്ലേ? യെസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 0 വരുന്നു ആർക്കും അറിയാം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ദെയർഫോർ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു 6x പ്ലസ് മൈനസ് 6x. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് എന്താക്കാം? 0. ദെയർഫോർ എന്ത് പറയാം? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ലാപ്ലേസ് ഇക്വേഷൻ എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എന്താണ്? യു ഈസ് ഹാർമോണിക് എവരിവെയർ എന്ന് എഴുതാം. യു ഈസ് എന്താണ്? ഹാർമോണിക് എവരിവെയർ. യു എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എന്താണെന്ന് പറയാൻ നമുക്ക് ഹാർമോണിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്ര എഴുതുന്നതിന് നമുക്ക് 2 മാർക്സേ ആക്ച്വലി വരുന്നുള്ളൂ. ഇനി ബാക്കി വരുന്ന മാർക്ക് എന്തിനാണ്? ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് ബാക്കി മാർക്ക് വരുന്നത്. ഓക്കെ, ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? CR ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുക. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ കോഷി റൈമാൻ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പം യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് വി. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ഇസ് വി ആൻഡ് ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് വി ഇസ് യു. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ് കേട്ടോ. അപ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. അപ്പോൾ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള യു എക്സ് നമ്മുടെ കയ്യിലുണ്ട്. യു എക്സ് ആരാ? യു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. അത് ഞാൻ ഇങ്ങോട്ട് കൊടുക്കും. 3x സ്ക്വയർ മൈനസ്
3y² ഇസ് ഈക്വൽ ടു vy. ഓക്കെ, ഇനി ഇവിടുന്ന് vy എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോയാൽ ഇൻ്റഗ്രേഷൻ ആവും. ഇൻ്റഗ്രേഷൻ അപ്പുറം പോയാൽ ഡിഫറൻഷിയേഷൻ ആവും. നമ്മൾ ഈ പ്ലസ് അപ്പുറം പോയാൽ മൈനസ് ആവും, മൈനസ് അപ്പുറം പോയാൽ പ്ലസ് ആവും, ഇൻറ്റു അപ്പുറത്ത് പോയാൽ ഡിവൈഡ് ആവും, ലോഗരിതം അപ്പുറത്ത് പോയാൽ ആൻറ്റി ലോഗരിതം ആവും, അഥവാ എക്സ്പോണൻഷ്യൽ ആവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഡെറിവേറ്റീവ് അപ്പുറത്ത് പോയാൽ ഇൻ്റഗ്രൽ ആവും, ഇൻ്റഗ്രൽ അപ്പുറത്ത് പോയാൽ എന്താവും, ഡെറിവേറ്റീവ് ആവും. ശരിയല്ലേ? അപ്പോൾ vy എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു y ആണ്. അത് ഈക്വൽ സൈൻ്റെ അപ്പുറം പോകുമ്പോൾ v ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x² മൈനസ് 3y² വിത്ത് റെസ്പെക്ട് ടു y. വിത്ത് റെസ്പെക്ട് ടു y, അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, കാരണം vy ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, y കൊണ്ടാണ് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ 3x² മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു y ആണ്. കാരണം ഇൻ്റഗ്രൽ k dy ആണെന്ന് വിചാരിക്കുക, വേർ k ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് k ഇൻറ്റു ഇൻ്റഗ്രൽ dy എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതെന്തായി, k ഇൻറ്റു y എന്നായി. ഓക്കെ അല്ലേ? അപ്പോൾ ആ 3x² ഒരു k പോലെ തന്നെ, കോൺസ്റ്റൻറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ അത് മാറ്റി നിർത്തി ഇൻ്റഗ്രൽ dy വരും. ഇൻ്റഗ്രൽ dy y ആണ്. മൈനസ് 3 ഇൻറ്റു y² ഇൻ്റഗ്രൽ എന്താണ്, y³ 3. x⁻n ഇൻ്റഗ്രൽ x⁻n+1/n+1. അപ്പോൾ ഇവിടെ 3 ക്യാൻസലായി. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ യു ഹാവ് ടു ആഡ് എ കോൺസ്റ്റൻറ്റ്. y കൊണ്ടാണ് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്തേക്കുന്നത്. y കൊണ്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സുകളെല്ലാം അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഞാൻ എന്തായിട്ട് എടുക്കും, ഒരു φ(x) ആയിട്ട് എടുക്കും. ഓക്കെ, ദെർഫോർ നമുക്ക് v കിട്ടിയിട്ടുണ്ട്. എന്താണ്, 3x² മൈനസ് y³ പ്ലസ് ഒരു φ(x). ഇതാണ് നമ്മുടെ v എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് v ആയിട്ടില്ല, ഈ φ(x) കൂടെ കിട്ടിയാലേ നമ്മുടെ വിയുടെ ഫൈനൽ ആൻസർ ആവുള്ളൂ. ശരിയല്ലേ? φ(x) കൂടെ കിട്ടിയാലേ നമ്മുടെ ഫൈനൽ ഉത്തരം ആവുള്ളൂ. അപ്പോൾ φ(x) കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ CR ഇക്വേഷൻ നമുക്ക് അതിനകത്ത് uy ഈക്വൽ ടു മൈനസ് vx ആണ്. uy നമ്മുടെ കയ്യിലുണ്ട്, അതിങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് y കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ φ(x) നേരിട്ട് കണ്ടുപിടിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ഈ സെക്കൻഡ് CR ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് vy ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. vy നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. vy നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഞാൻ ഇപ്പോൾ ബോക്സ് വരയ്ക്കുന്നത്. മൈനസ് 6xy മൈനസ് 5. അത് ഓൾറെഡി നമ്മുടെ കൈവശം ഉണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് അറിയാത്തത് vx ആണ്. അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. 1നെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. ഇപ്പോൾ വിയുടെ ഡെറിവേറ്റീവ് vx, 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, y കോൺസ്റ്റൻറ്റ്, y³ ഡെറിവേറ്റീവ് 0, φ(x) ഡെറിവേറ്റീവ് 5-x അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, vx എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 6xy പ്ലസ് 5-x എന്ന് കിട്ടി. ശരിയല്ലേ? 6xy പ്ലസ് 5-x എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, uy ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. uy എന്ന് പറഞ്ഞാൽ ആരാണ്, മൈനസ് 6xy മൈനസ് 5 ആണ്. ശരിയാണല്ലോ? അപ്പം അത് ഞാനിവിടെ കൊടുക്കുകയാണ്. മൈനസ് 6xy മൈനസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് vx ഓൾറെഡി കണ്ടുപിടിച്ചു നമ്മൾ, 6xy പ്ലസ് 5-x. ഓക്കെ ആണ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് 6xy മൈനസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് 6xy മൈനസ് 5-x. ഇപ്പോൾ ഞാൻ മൈനസ് 6xy രണ്ടും ക്യാൻസൽ ചെയ്തു. മൈനസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് 5-x എന്ന് വന്നു. ഇപ്പോൾ മൈനസ് മൈനസ് ഞാൻ ക്യാൻസൽ ചെയ്തു. 5-x ഇസ് ഈക്വൽ ടു 5 എന്ന് വന്നു. ഓക്കെ, നമുക്കറിയാം ഡെറിവേറ്റീവ് ഈക്വൽസിൻ്റെ അപ്പുറം പോയാൽ ഇൻ്റഗ്രേഷൻ ആവും. അപ്പോൾ 5-x നിന്ന് φ(x) വേണമെങ്കിൽ ആ ഡെറിവേറ്റീവ് ആണ് 5-. അത് ഈക്വൽസിൻ്റെ അപ്പുറം പോയി ഇൻ്റഗ്രൽ 5dx എന്ന് വരും. φ(x) ആയതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ 5 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി വരുന്നത് എന്താണ്, ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്. അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5x വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് ഒരു കോൺസ്റ്റൻറ്റ് c നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് യൂണിവേരിയറ്റ് ഇൻ്റഗ്രേഷൻ ആണ്. അവിടെ ജനറലൈസ്ഡ് കോൺസ്റ്റൻറ്റ് c ആണ് വരുന്നത്. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഫംഗ്ഷൻ ഓഫ് എക്സിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് വൈ ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരിക. കാരണം എക്സ് കൊണ്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ അവിടെ കോൺസ്റ്റൻ്റ് ആവുകയും വൈ കൊണ്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്യും. ശരിയല്ലേ? ഇതിപ്പം യൂണിവേരിയറ്റ് ഇൻ്റഗ്രേഷൻ. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ
ഇറ്റ് ഈസ് നോട്ട് എ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ, ഇറ്റ് ഈസ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ 5ൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 5x വരികയും അവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി തന്നെയാണ് ആഡ് ചെയ്യുക. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ആ ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി. ദെർഫോർ ഹാർമോണിക് കോൺജുഗേറ്റ്, നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർമോണിക് കോൺജുഗേറ്റ് V is equal to 3x square y minus y cube plus phi of x ന് പകരം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് 5x plus c. phi of x ന് പകരം 5x plus c. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ആ പ്ലസ് സി വരെ ഉൾപ്പെടെ ഉണ്ടാവണം ആൻസറിൽ, അതിനാണ് ഫുൾ മാർക്ക് കിട്ടുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. അപ്പോൾ ഇതും ഈ ഒരു ക്വസ്റ്റ്യനും 7 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ച ചോദ്യമാണ്. കറക്റ്റായിട്ട് എഴുതി പഠിച്ചോണേ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് y is equal to 1 അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to z സ്ക്വയർ എന്നാണ് ചോദ്യം. w is equal to z സ്ക്വയർ ആണ് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ w is equal to z സ്ക്വയർ, w എന്ന് പറഞ്ഞാൽ u പ്ലസ് ഐ വി, z എന്ന് പറഞ്ഞാൽ x പ്ലസ് ഐ വൈ, അതെന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ എടുക്കുന്നുണ്ട്. അതായത് x സ്ക്വയർ പ്ലസ് 2xyi പ്ലസ് ഐ വൈയുടെ സ്ക്വയർ. അതിനകത്ത് ഐയുടെ സ്ക്വയർ -1 ആണെന്നറിയാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു വരും, പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് പറഞ്ഞു വരും അല്ലേ. ഈ ഡെറിവേഷൻ ഒന്നും എക്സാമിന് ചെയ്യേണ്ട. ഈ റിയൽ പാർട്സ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും, v ഈക്വൽ ടു 2xy എന്നും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. സോ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to z സ്ക്വയർ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് റിമെമ്പർ ദാറ്റ് u is equal to x square minus y square and v equal to 2xy. Under the transformation w is equal to 1 by z ആണെങ്കിൽ obviously you should remember that x is equal to v by u square plus v square and y is equal to minus v by u square plus v square. അത് ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് എഴുതി തന്നെ നമുക്ക് ആരംഭിക്കാം. കാരണം ഈ ഒരു പർട്ടിക്കുലർ സിംപ്ലിഫിക്കേഷൻ എക്സാമിന് മാർക്ക് ഡിവിഷനിൽ വരുന്നില്ല. കാരണം ഇത് വരുന്നത് ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ചെയ്ത് വെക്കുന്നതിന് നിങ്ങൾക്ക് ഒരു 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ ഇമേജ് കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യത്തിൽ ഈ സിംപ്ലിഫിക്കേഷന് മാർക്കില്ല. അതിൻ്റെ റിസൾട്ട് നേരെ എഴുതിയാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്? അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to z സ്ക്വയർ, u is equal to x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് v ഈക്വൽ ടു എന്താണ്? 2xy. പ്രീവിയസ്ലി റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചോണേ. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, v ഈക്വൽ ടു 2x ഇൻറ്റു y സ്ക്വയർ 1. അപ്പോൾ v ഈക്വൽ ടു 2x എന്ന് കിട്ടും. അവിടുന്ന് x ഈസ് ഈക്വൽ ടു v ബൈ 2 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ u ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എനിക്കിനി എന്ത് കൊടുക്കാം? v ബൈ 2 കൊടുക്കാം. അത് സ്ക്വയർ എടുക്കുന്നുണ്ട്, -1. അപ്പോൾ u ഈക്വൽ ടു v സ്ക്വയർ ബൈ 4 -1. അപ്പോൾ u ഈക്വൽ ടു ക്രോസ് ചെയ്താൽ v സ്ക്വയർ മൈനസ് 4 ബൈ 4 എന്ന് വരും. 4 കൂടി ഇങ്ങോട്ട് വന്നാൽ 4u ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 4 എന്ന് വരും. ഓക്കെ ആണേ? സോ അവിടുന്ന് വി സ്ക്വയർ ഈക്വൽ ടു 4u പ്ലസ് 4 എന്ന് വരും. അതായത് വി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു u പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് പരാബോളയാണ്. അതിൻ്റെ വെർട്ടെക്സും കൂടെ എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ യു വി പ്ലെയിൻ ഞാൻ സൈഡിൽ എഴുതുന്നുണ്ടേ. ഇപ്പോൾ യു വി പ്ലെയിൻ ആണെങ്കിൽ ഇവിടെ ഒരു പരാബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു 4au എന്നാണ് വരേണ്ടത്. ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്, 0 0 ആണ്. വെർട്ടെക്സ് ഞാൻ ഒറിജിനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താൽ വി മൈനസ് വി നോട്ടിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a ഇൻറ്റു യു മൈനസ് യു നോട്ട്. ഇങ്ങനെയാണ് വരിക വെർട്ടെക്സ് ഒറിജിനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ അവിടുത്തെ പുതിയ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ യു നോട്ട് വി നോട്ട് ആണ്. വി നോട്ട് യു നോട്ട് അല്ല, യു നോട്ട് വി നോട്ട്. കാരണം യു വി പ്ലെയിൻ ആണല്ലോ. യു നോട്ട് വി നോട്ട് ആണ് ഇവിടുത്തെ പുതിയ വെർട്ടെക്സ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഷിഫ്റ്റഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. കാരണം ഇത് ഷിഫ്റ്റഡ് ആണെന്ന് കാണുമ്പോഴേ അറിയാം, സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ വി മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു യു മൈനസ് -1 എന്നാക്കാം. +1 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആവുമല്ലോ. അപ്പോൾ ഈ സാധനം എന്തായിട്ട് മാറി? ഇതെൻ്റെ വി നോട്ടായി, ഇതെൻ്റെ യു നോട്ടായി. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇമേജ് ഇസ് എ പരാബോള വിത്ത് വെർട്ടെക്സ്. അപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സ് പറഞ്ഞേ, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു നോട്ട് വി നോട്ട് ആണ് വെർട്ടെക്സ് അല്ലേ? അതായത് -1 0 ആണ് വെർട്ടെക്സ് വരിക. ദെർഫോർ
image is a parabola. Image is a parabola with vertex. ഇമേജ് എന്ന് പറഞ്ഞ ഒരു പരാബോളയാണ്. ആ പരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -10. ഇമേജ് ഇസ് എ പരാബോള വിത്ത് വെർട്ടെക്സ് -10. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്തായി? ഫുൾ മാർക്കായി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇതേപോലെ വളരെ യൂസ്ഫുൾ ആവുന്ന ചോദ്യങ്ങളുടെ കളക്ഷനുമായിട്ട് എല്ലാ മൊഡ്യൂളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കളക്ഷൻ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു.